രാജ്യത്ത് ക്ഷേത്രം പള്ളി തർക്കങ്ങൾ കൂടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് RSS തലവൻ മോഹൻ ഭാഗവത്. പൂനെയിൽ ഇന്ത്യ ലോകഗുരു എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹൻ ഭാഗവത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ചില ആളുകൾ അവർ ഹിന്ദുക്കളുടെ നേതാവായി എന്നതുപോലെയാണ്. അവരാണ് ഇത്തരം അവകാശവാദങ്ങളുമായി മുന്നോട്ട് വരുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും. ഇത് അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വ്യത്യസ്ത വിശ്വാസങ്ങൾക്കും ആശയങ്ങൾക്കും ഒരുമയോടെ ജീവിക്കുവാനുള്ള ഒരു മാതൃകയാവണം ഇന്ത്യ എന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു. നമ്മൾ ഏറെക്കാലം ഐക്യത്തിൽ ജീവിച്ചവരാണ്. ഈ ഐക്യം ലോകത്തിന് പകർന്നു നൽകണമെങ്കിൽ നാം അതിൻ്റെ ഒരു മാതൃക സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓരോ ദിവസവും ഓരോ പ്രശ്നം സൃഷ്ടിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ഇത് അനുവദിക്കുക? ഇത് തുടരാൻ പറ്റില്ല. നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കണമെന്നും ഭാഗവത് പറഞ്ഞു. UP സംഭലിലെ ഷാഹി ജുമാ മസ്ജിദിനെ കുറിച്ചും രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫിനെ കുറിച്ചും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ആരോപണങ്ങൾ ഉയരുന്നതിനെ സംബന്ധിച്ചാണ് മോഹൻ ഭാഗവത് സംസാരിച്ചത്. ഇന്ത്യക്കാർ തങ്ങളുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും ലോകത്തിനൊരു മാതൃകയാവുകയും വേണമെന്ന് പറഞ്ഞ ഭഗവത് തർക്കവിഷയങ്ങളെ അവഗണിച്ച് മുന്നേറുന്നതിനെ കുറിച്ചും സംസാരിച്ചു. രാമക്ഷേത്രം വിശ്വാസത്തിന്റെ വിഷയമായിരുന്നു. ഹിന്ദുക്കൾക്ക് ക്ഷേത്രം നിർമ്മിക്കണമെന്ന് തോന്നി. എന്നാൽ പുതിയ വിഷയങ്ങൾ കുത്തിപ്പൊക്കി വെറുപ്പും ശത്രുതയും ഉണ്ടാക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും RSS തലവൻ പറഞ്ഞു. സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പുരാതന സംസ്കാരത്തിലേക്ക് മടങ്ങുകയാണ് പരിഹാരമെന്ന് പറഞ്ഞ ഭാഗവത് തീവ്രവാദം, ആക്രമണോത്സുകത, ബലപ്രയോഗം, മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ദൈവത്തെയും അപമാനിക്കൽ എന്നിവ തങ്ങളുടെ സംസ്കാരമല്ലെന്നും കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ഇല്ല. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമുള്ള ആരാധനാ രീതി രാജ്യത്ത് പിന്തുടരാൻ അവസരമുണ്ടാകണമെന്നും ഭാഗവത് പറഞ്ഞു. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയ്ക്കിടയിലും സംഭലിലെ ഷാഹി മസ്ജിദിനെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. പുതുതായി മസ്ജിദിലെ പുരാതന കിണർ പിടിച്ചെടുത്താണ് നടപടി. മസ്ജിദിന്റെ കിഴക്കേ മതിലിനോട് ചേർന്ന കിണറാണ് മുന്നറിയിപ്പില്ലാതെ പിടിച്ചെടുത്തത്. വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി അംഗശുദ്ധി വരുത്തിയിരുന്നത് ഈ കിണറിലെ വെള്ളം ഉപയോഗിച്ചായിരുന്നു. കിണറിൽ ജില്ലാ ഭരണകൂടം മോട്ടോർ സ്ഥാപിക്കുകയും പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപത്തെ കിണറിൽ നിന്ന് വിഗ്രഹങ്ങൾ ലഭിച്ചെന്ന് പോലീസ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. കിണറിൽ പോലീസ് പരിശോധന നടത്തിയേക്കും. ദിവസങ്ങൾക്ക് മുമ്പ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ മക്ബറയായ അജ്മീർ ദർഗയിലും അവകാശവാദം ഉന്നയിച്ച് ഹിന്ദുത്വ സംഘടന രംഗത്ത് വന്നിരുന്നു. ദർഗ ശിവക്ഷേത്രമായിരുന്നുവെന്ന് അവകാശപ്പെട്ട് ഹിന്ദു സേനയാണ് ജില്ലാ കോടതിയെ സമീപിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ദർഗ കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചു. അജ്മീർ ദർഗയുടെ മേലുള്ള ഹിന്ദു സേനയുടെ അവകാശവാദം 1911 പുസ്തകം ഉദ്ധരിച്ച് മാത്രമായിരുന്നു. അജ്മീർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന പുസ്തകമാണ് ആരോപണത്തിന് തെളിവായി കോടതിയിൽ സമർപ്പിച്ചത്. ജഡ്ജിയായി വിരമിച്ച ഹർബിലാസ് സർദയാണ് പുസ്തകം രചിച്ചിരുന്നത്. സംഭൽ ഷാഹി മസ്ജിദ് ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലെ സർവേ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചുള്ള ഒരു ഹർജിയും അനുവദിക്കരുതെന്നും കോടതികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ച് സംഭലിൽ അധികൃതർ നടപടി തുടരുകയാണ്. കഴിഞ്ഞ നവംബർ 24 ഒരു മുന്നറിയിപ്പുമില്ലാതെ നടന്ന സർവേ നടപടികളിൽ പ്രതിഷേധിച്ച് ജനം തെരുവിലിറങ്ങിയിരുന്നു. ഇതിനിടെയുണ്ടായ സംഘർഷത്തിനിടെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.